ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം. അത് പാരായണം, അതിൻ്റെ ചെറിയ ഒരു വിവരണം. അത് മഞ്ഞപ്പറ്റ ഹരിയേട്ടൻ അത് പാരായണം ചെയ്യണു. ഹരിത്രയം എന്ന പേരിൽ അത് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. അനവധി ഭക്തന്മാർ എൻ്റെ ഈ ഭാഗവതത്തെ സംഗ്രഹിച്ച് എഴുതിയതായിട്ടുള്ള സംജ്ഞാസംഗ്രഹം മഞ്ഞപ്പറ്റ ഹരിയേട്ടൻ വായിച്ചിട്ട് അനവധി ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില ഗ്രൂപ്പിലൊക്കെ 300 ആൾ 400 ആളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ പല ഗ്രൂപ്പുകളിൽ നിന്നും വിളി വരണു. അത് 1 ദിവസം 3 ദിവസം 7 ദിവസം ഇങ്ങനെയൊക്കെയല്ലേ നിൽക്കുള്ളൂ, യൂട്യൂബിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. അതിന് എല്ലാ ഭക്തന്മാരുടെയും തൃക്കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് മഞ്ഞപ്പറ്റ ഹരിയേട്ടൻ വായിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം, അത് കേൾക്കുവാൻ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കാനും എല്ലാവർക്കും തയ്യാറാകുവാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഭാഗവതം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, അതിൻ്റെ ആചാര്യസ്ഥാനം എപ്രകാരത്തിലാണ് വ്യാസനിൽ നിന്നും ശ്രീ ശുകബ്രഹ്മർഷിയിലേക്ക് പകർന്ന് കൊടുക്കപ്പെട്ടത്. ശ്രീ ശുകബ്രഹ്മർഷി അത് പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് സപ്താഹമായിട്ട് ഭാഗവതത്തെ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ശ്രവണമാത്രം കൊണ്ട് പരീക്ഷത്തിന് മുക്തി കിട്ടുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ബ്രഹ്മാവ് അതിനെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തപ്പോൾ എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഒന്ന് തൂക്കി നോക്കി. അപ്പോൾ ഭഗവാന് തുല്യമാണ് ഭാഗവതം. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഓരോ വരിയിലും ഓരോ അക്ഷരത്തിലും ഓരോ വാക്കിലും നാമസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ കാലസ്വരൂപിയായിട്ട്, കാരണസ്വരൂപിയായിട്ട്, സ്വേച്ഛോപാത്തവപുവായിട്ട് ഭഗവാൻ ഈ ഭാഗവതത്തിൽ ഉദ്ധവൻ്റെ ആവശ്യത്തിനനുസരിച്ച് കലിസന്ധരണാർത്ഥം ഭാഗവതത്തിലേക്കാണ്ട് ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ രചയിതാവായിട്ടുള്ള വ്യാസൻ പോലും തയ്യാറായില്ല. അത് ശ്രീ ശുകബ്രഹ്മർഷിയാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഈ ഭാഗവതത്തെ അതിമനോഹരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് എൻ്റെ ഈ എളിയ സംരംഭത്തെ എല്ലാ ഭക്തന്മാർക്കുമായിട്ട് കേൾപ്പിക്കാൻ മഞ്ഞപ്പറ്റ ഹരിയേട്ടൻ അത് ഉത്സാഹപൂർവ്വം അത് ചെയ്യണു. അത് കേൾക്കാൻ എല്ലാ ഭക്തന്മാർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അത് നാളെ മുതൽ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ആ വന്ന വഴിയെ ഒന്ന് സൂചിപ്പിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതൊന്ന് കേൾക്കാം. ഗുരുവായൂരപ്പ ശരണനാരായണ. ദേവി ഭാഗവതം രചിച്ചത് വ്യാസനാണ്. അത് ജനമേജയന് പറഞ്ഞു കൊടുത്തതും വ്യാസനാണ്. പക്ഷേ ഭാഗവതം അങ്ങനെയല്ലല്ലോ. ഭാഗവതം രചിച്ചത് വ്യാസനാണെങ്കിലും വ്യാസനല്ല രചിച്ച് എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ഭഗവാന്റെ ഒരു അനുജ്ഞ അനുസരിച്ച് സമാധി ഭാഷയിലാണ് അത് എഴുതിയത്. നാരദൻ സൂചിപ്പിച്ചു, ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങളെ വിശദമായിട്ട് എഴുതണം എന്ന്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തത്, ബ്രഹ്മാവ് നാരദന് കൊടുത്തത് നാരദൻ്റെ സൂചന. നാരദൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഒന്ന്, അങ്ങ് അവതാര പുരുഷനാണ്, അവതാര ഉദ്ദേശം ഇതാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ ലീലകളെ ഒന്ന് മനനം ചെയ്യൂ, അത് ഒരു ഗ്രന്ഥമാക്കിയിട്ട്
ഒരു സംഗ്രഹ ഗ്രന്ഥമായിട്ട്. കാരണം 54 പുരാണമുണ്ട്. 18 പുരാണം, 18 ഉപപുരാണം, അതിൻ്റെ ഉപപുരാണമായിട്ട് ഉപപുരാണമായിട്ട് 18, 54 പുരാണം. അതേപോലെ മറ്റ് അറിവ് തരുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ധാരാളം. ഉപനിഷത്തായാലും ശാസ്ത്രങ്ങളായാലും വേദാംഗം, ഇനി ഇതിഹാസങ്ങളായാലും, അതേപോലെ ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം, രാമായണത്തെ സംബന്ധിച്ചതാണ്. അതിലൊന്ന് വ്യാസൻ്റെയാണ്. നാരദ പഞ്ചസൂത്രം തുടങ്ങിയിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ശല്യ. മനു തൊട്ടുള്ള 18 പേരുടെ സ്മൃതികൾ, മനുസ്മൃതികൾ, അത് യാജ്ഞവൽക്കനായാലും അഷ്ടാവക്രനായാലും വ്യാസൻ്റെയും സ്മൃതിയുണ്ട്. അപ്പോൾ 18 പേരിലൂടെ വന്നിട്ടുള്ള ഈ സ്മൃതികൾ മുഴുവൻ വേദത്തെ ആസ്പദമാക്കിയിട്ടാണ്. അത് മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് ഭാഗവതത്തെ ഈ കഥയായിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. അത് ഞാൻ എന്തായാലും പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ അത്രയ്ക്ക് എനിക്ക് കഴിവില്ല എന്ന് വ്യാസൻ പോലും വിചാരിച്ചുവെങ്കിൽ ആ വ്യാസൻ്റെ ഈശ്വരഭാവത്തെ ഭഗവാൻ ഒന്ന് മറച്ചു. അത് കാണിക്കുന്നത് നദീതീരത്ത് കൂടെ ശ്രീ ശിവപരമഹർഷി ആദ്യം യാത്രയാവണു. പിന്നാലെ വ്യാസൻ നടന്നു പോകുന്നു. നദിയിൽ കുളിക്കുന്നതായിട്ടുള്ള സ്ത്രീജനങ്ങൾ അർത്ഥനഗ്നത. അത് ശ്രീ ശിവപരമഹർഷി നഗ്നനാണ്, 16 വയസ്സാണ്, യുവാവാണ്. പക്ഷെ കടന്നു പോയപ്പോൾ അവർക്ക് ഉള്ളിൽ യാതൊന്നും തോന്നിയില്ല. വ്യാസൻ അങ്ങനെയല്ല. വ്യാസൻ നടന്നു പോയപ്പോൾ വിരൂപനാണ്, കുറച്ച് പാണ്ടൊക്കെ ഉണ്ട് അത്രേ. അതല്ലെങ്കിൽ വ്യാസൻ്റെ വയസ്സ് വളരെ കൂടുതലാണ്. സാമാന്യേന വ്യാസനെ ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. എന്നിട്ട് പോലും ആ സ്ത്രീകൾ വസ്ത്രം എടുത്തു കൊടുത്തു. വ്യാസൻ തന്നെ ചോദിച്ചു, എന്താണ് ഈ ഭേദത്തിന് കാരണം? അങ്ങയ്ക്ക് ദ്വന്ദ്വമുണ്ട്, മകൻ അതില്ല. വ്യാസൻ മകനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് ഈ ഒരു ശ്ലോകം കൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കൂടുതൽ ആഴത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നതായിട്ടുള്ള ഈ ഭാഗവതത്തെ സമാധി ഭാഷയിൽ എഴുതിയപ്പോൾ ആചാര്യന്മാർ സ്മരിക്കാറുണ്ട്. അതിലെ ഒരക്ഷരം, ഒരു സ്വരം, അതുപോലെ ഊന്നൽ കൊടുക്കൽ, വിഗ്രഹം, അതേപോലെ വാക്കുകൾ നമ്മൾ പദച്ഛേദം ചെയ്യുമ്പോൾ അതുപോലും പാടില്ല എന്ന് വ്യാസൻ അതിനൊരു നോട്ട് ഭാഗവതത്തിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ഗുരുവായൂരപ്പ, വ്യാസൻ എങ്ങനെയാണ് ഈ മകനെ ഈശ്വരതുല്യം കണ്ടത്? അത് പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ വ്യാസൻ പറഞ്ഞിരിക്കുകയാണ്. ശൗനകാദി മഹർഷിമാർ ആണത് പറഞ്ഞിരിക്കുന്നത്. സൂതമഹാശയനോടാണ് പറയണത്. ദൃഷ്ട്വാ തു യാന്തം ഋഷിം ആത്മജമപ്യനഗ്നം ദേവ്യാ ഹ്രിയാ പരിദധുർന്ന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗ ജഗതുസ്തവാസ്തി സ്ത്രീ പുംഭിത നതു സുതസ്യ വിവിക്തദൃഷ്ടേഃ. ഇങ്ങനെ നന്നായിട്ട് തന്നെ ശ്രീ ശുകപരമഹർഷിയുടെ ആ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ മഹത്തിനെക്കുറിച്ച് വീണ്ടും പറയണു. അതിന് എനിക്ക് അർഹതയില്ല എന്നാ വ്യാസം പറഞ്ഞത്. അപ്പോൾ പിന്നെ വായിക്കണം നമ്മളെ പോലുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്ര വിശദമായിട്ടുള്ള സൂക്ഷ്മ നിരീക്ഷണം ചെയ്തതായിട്ടുള്ള അതിൻ്റെ ശ്രോതാക്കൾക്കും വക്താക്കൾക്കും അതേപോലെ തന്നെ അത് നടത്തിക്കുന്നവർക്കും പ്രേരിപ്പിക്കുന്നവർക്കും എന്നർത്ഥം, ഒപ്പം അനുമോദിക്കുന്നവർക്കും കൂടി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലത്തെ കൊടുക്കുന്നു. എന്തൊരു അത്ഭുത! ഇങ്ങനെ ഒരു ഗ്രന്ഥം വേറെ ഉണ്ടോ? വേദം ഇതിൻ്റെ പിന്നിലല്ലേ നിൽക്കുള്ളൂ. ആ
ഗ്രന്ഥത്തിനെയാണ് അറിവില്ലാത്ത എന്നാൽ ഭഗവാൻ എഴുതിച്ചതേ. അത് മറ്റൊരു ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതിനെ എത്ര കൂടുതൽ അഭിനന്ദിച്ചാലാ, എത്ര കൂടുതൽ അതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചാലാ മതിയാവുക? അറിയില്ല. ഭഗവാന്റെ ലീലയാണ്. ഭഗവാന്റെ ലീലാരഹസ്യം ആർക്കും ഒട്ടും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് സനകാദി മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നു. വൈകുണ്ഠത്തേക്ക് എത്തുമ്പോൾ ജയവിജയന്മാർ തടുത്തതും 3 ഭാവത്തോടു കൂടിയിട്ട് 3 ജന്മങ്ങളെ അവരാൽ സ്വീകരിപ്പിച്ചതും ആദ്യത്തേത് ആസുരഭാവം, ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ. രണ്ടാമത്തേത് രാക്ഷസഭാവം, രാവണൻ കുംഭകർണൻ. മൂന്നാമത്തേത് മാനവഭാവം, ശിശുപാലൻ ദന്തവക്ത്രൻ. ഈ രജസ്തമസ്സും തമോ ഗുണവും രജോ ഗുണവും 3 ഭാവത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ട് ഇതിന് 3നും കാരണക്കാരനായിട്ടുള്ള ഈ സനകാദി മഹർഷിമാരൊപ്പം ആ ലീലയിൽ പങ്കാളികളാവുകയാണ്. പരമസാത്വികരായിട്ട് പ്രഹ്ലാദനായിട്ടും രജോ ഗുണവും സാത്വിക ഗുണവും കൂടിയിട്ട് വിഭീഷണനും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, ഇനി കലിയുഗത്തിൻ്റെ തൊട്ടടുത്തുള്ള ദ്വാപര അന്ത്യത്തിലാണ് ശിശുപാല ദന്തഭക്തന്മാർ വരിക. അത് നിങ്ങൾക്ക് സഹിക്കില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ അവതരിക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ്. അപ്പം ഇത്ര വിശദമായിട്ടുള്ളൊരു നിരീക്ഷണം അത് ഈ ലോകർക്ക് കാണിച്ചു കൊടുത്തതായിട്ടുള്ള വ്യാസൻ്റെ ഈ ഒരു അനുഗ്രഹ ശക്തി എങ്ങനെ ജീവിക്കണം എന്ന് അനുഭവിപ്പിക്കുന്നതായിട്ടുള്ള ഈ പ്രേരണ ആ വ്യാസനെ ലോകര് മുഴുവൻ ഗുരുവായിട്ട് കണക്കാക്കുന്നു. ഗുരുപൂർണിമ എന്ന ദിവസം തന്നെ ഭൂമി മുഴുവൻ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആ സദ്ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട്, ഒരേ ഒരു ഗുരുവേ ഉള്ളൂ, അത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ തൃക്കാൽക്ക് നമസ്കരിച്ചുകൊണ്ട് വീണ്ടും എല്ലാവരെക്കാട്ടിലും ഇനി ഇതിന് താഴാൻ പാടില്ല, എല്ലാവരെക്കാട്ടിലും താഴ്ന്ന ഒരു ഭാവത്തിൽ ജീവിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുപ്പ.